ഇനി അടുത്തൊന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ ആധുനിക യുഗത്തിൽ തന്നെ ആളുകൾക്ക് ചിലപ്പോഴൊക്കെ അങ്കലാപ്പുണ്ടാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അല്ലാഹു തആല പറയുന്നു, അങ്ങനെ ഒരു പ്രശ്നമായി കരുതാതെ അടുത്തൊരു അദബല്ല പഠിപ്പിക്കുന്നു. ലൈസഅലൽ അമാ ഹറജുൻ, അന്ധനായ വ്യക്തിക്കൊരു കുറ്റമില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണവൻ. വലാ അലൽ അറജി ഹറജുൻ, മുടന്തുള്ള വ്യക്തിക്കും യാതൊരു പ്രശ്നവും ഇല്ല. വലാ അലൽ മരീദി ഹറജുൻ, രോഗിക്കും ഒരു പ്രശ്നവും ഒരു കുറ്റവും ഇല്ല. എന്തിന്? കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. വലാ അലാ അൻഫുസിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ അന്തകുലൂ മിൻ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല, കുറ്റമില്ല, കുഴപ്പമില്ല, തടസ്സമില്ല. ഇത് പറയാനുള്ള കാരണം, കണ്ണ് കാണാത്ത കാഴ്ചയില്ലാത്ത ആളാകുമ്പോ ഒരു പക്ഷേ പല പല പാത്രങ്ങളിലേക്കും ഒരാളെ കൈയങ്ങനെ നീണ്ടുപോകും. കാണുന്നവർക്ക് തൃപ്തിപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഒരു കുറ്റമായിട്ട് രേഖപ്പെടുത്താനോ മറ്റോ പറ്റൂല. മുടന്തും കാലുകൊണ്ട് വരുന്ന ആളെ കാണുമ്പോ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചിലർക്കൊരു പ്രയാസം തോന്നും. ഒരു പ്രയാസവും തോന്നേണ്ടതില്ല. രോഗിയെ കാണുമ്പോ രോഗിന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും. അതിനും ഒരു പ്രശ്നവും ഒരു കുറ്റവും ഇല്ല. ജനങ്ങളെ കൂടെ ഇരുന്ന്, വീട്ടുകാരെ കൂടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചവരെ മാറ്റി നിർത്തണ്ട. മാറ്റി നിർത്തിയാൽ മാനസികമായിട്ട് ഒരു വിഷമം നമ്മളോട് പറയാതെ തന്നെ അവർക്കുണ്ടാകും. അവര് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് വല്ല കുഴപ്പവും നമുക്ക് വരും? ഒരു കുഴപ്പവും വരില്ല. സ്വന്തം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം പഴയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന്. വീട് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. അതാണ് വീടിന്റെ ഒരു ബറക്കത്ത്. അതുപോലെ തന്നെ അന്തകുലൂ മിൻ ബുയൂതിക്കും ബുയൂതി ആബായിക്കും, ഇവിടെ ഒരു 11 നമ്പർ അല്ലാഹു എണ്ണുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. അതിലും ചില ആളുകൾക്കൊരു മടിയാ. എങ്ങനെ ഇപ്പൊ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം? ഏതാണ് രണ്ടാമത് എണ്ണിയത്? വാപ്പാരെ വീട്. അതൊരു തറവാട് അങ്ങനെ ഉണ്ടല്ലോ, ഉപ്പാന്റെ വീട് എന്ന് പറയും. ഔ ബുയൂതി ഉമ്മഹാത്തിക്കും, ഉമ്മമാരെ ഭവനങ്ങൾ, ഉമ്മാന്റെ തറവാട്. അവിടെയും പോയി ഭക്ഷണം കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല. സ്വന്തം വീട് പോലെ കരുതാൻ പറ്റുന്ന വീടാണത്. ഔ ബുയൂതി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരന്മാർ ജ്യേഷ്ഠാഞ്ചന്മാരുടെ വീടുകൾ. ഔ ബുയൂതി അഖവാത്തിക്കും, സഹോദരിമാരുടെ ഭവനങ്ങൾ. ഔ ബുയൂതി അമാമിക്കും, അതുപോലെ തന്നെ ഔ ബുയൂതി അമാമിക്കും, നിങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരുടെ വീടുകൾ. ഔ ബുയൂതി അമ്മാത്തിക്കും, നിങ്ങളുടെ അമ്മായികളുടെ വീടുകൾ അഥവാ ഉപ്പയുടെ സഹോദരിമാരുടെ വീടുകൾ. ഔ ബുയൂതി അഖ്വാലിക്കും, നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകൾ, സ്വന്തം ഉമ്മാന്റെ സഹോദരന്മാരുടെ വീടുകൾ, ഉമ്മാന്റെ ജ്യേഷ്ഠൻ, ഉമ്മാന്റെ അനുജൻ. ഔ ബുയൂതി ഖാലാത്തിക്കും, എളാമ മൂത്തമ്മമാരുടെ ഭവനങ്ങൾ, മാതൃ സഹോദരിമാരുടെ വീടുകൾ. ഔ മാ മലക്തും മഫാത്തിഹഹു, താക്കോല് നിങ്ങൾ സൂക്ഷിക്കുന്ന ചില വീടുകളുണ്ട്. അതാരെ വീടാണ്? അയൽവാസിയുടെ വീടാണ്, പരിചയക്കാരന്റെ വീടാണ്. നിങ്ങളാണ് ആ വീട് നിർമ്മിച്ച് ഇന്ന് നിങ്ങൾ പരിപാലിക്കുന്നത്. നിങ്ങളുടെ ആരും അല്ല അദ്ദേഹം. പക്ഷേ വിശ്വസ്തത എന്നുള്ള നിലക്ക് താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. കുടുംബസമേതം വിദേശത്താണ്. ഒരു ഭക്ഷണം ആ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കണം, അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കണം, ഒരു വിരോധമില്ല. ഔ സ്വദീഖിക്കും, നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനും പ്രശ്നമില്ല. കൂട്ടുകാരുണ്ടല്ലോ, സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നവര്, അവരെ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കാം. യഥാർത്ഥ സുഹൃത്ത് നല്ല സ്നേഹം നൽകുന്നവനാണ്. യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? മല്ലാ യുഖാലിഫു ബാത്തിനുഹു ബാത്തിനുക വകമാ ലാ യുഖാലിഫു ളാഹിറുഹു ളാഹിറക. അവന്റെ ഉള്ളി നിന്റെ ഉള്ളിനോട് എതിരാകൂല. ഉള്ളിൽ അവന് നല്ല പകയാണ്, പോരാണ്. അവൻ ഫ്രണ്ട് ആകൂല, അവന് ഫ്രണ്ടും ആകൂല, ബാക്കും ആകൂല, അവൻ ശത്രു ആകുള്ളൂ. അതേ സമയത്ത് അവന്റെ ഉള്ള്, അവന്റെ മനസ്സ് നിന്റെ മനസ്സിനോട് എതിരാകൂല.
അവന്റെ ബാഹ്യതലം നിന്റെ ബാഹ്യതലത്തോട് എതിരാകാത്തതുപോലെ, അഥവാ നിന്റെ ബാഹ്യതലത്തിലും ആന്തരിക തലത്തിലും നല്ലോണം യോജിച്ച നിലപാടുള്ള ആള് അവനാണ് സ്വദീഖ്. നിന്റെ മനസ്സ് വിഷമിക്കുമ്പോൾ അവനും വിഷമമാണ്. നിനക്ക് ബാഹ്യതലത്തിൽ സന്തോഷം വരുമ്പോ അവനും സന്തോഷമാണ്. നിനക്ക് എന്തെങ്കിലും നിയമത്ത് വന്ന് സന്തോഷമുണ്ടായാൽ അവന് അതിൽ കണ്ണുകടിയില്ല, അവനതിൽ ബേജാറില്ല. എങ്ങനെ അത് കിട്ടിയെന്നുള്ള ചോദിച്ചന്വേഷിക്കുന്ന സ്വഭാവമില്ല. അത്തരം സ്വഭാവമുള്ളവന് സുഹൃത്തായി കൂട്ടാൻ പറ്റൂല. അവന്റെ മനസ്സിൽ വിഷമാണ്, എങ്ങനെ എനിക്കത് കിട്ടി, ഓനത് കിട്ടി എങ്ങനെ, പിന്നെ അതിന്റെ അന്വേഷണത്തിലാണ്. കിട്ടാൻ പാടില്ലല്ലോ എന്നുള്ളൊരു തീരുമാനമാണ്. ആ കിട്ടിയതിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷാണോ? ഓന്റെ മനസ്സിനൊരു കുഴപ്പമില്ല, ഓന് സന്തോഷം. എന്റെ സുഹൃത്തിന് അങ്ങനെ കിട്ടിയില്ല, അൽഹംദുലില്ലാ സന്തോഷം. എന്തിനാ നീ സന്തോഷിക്കുന്നത്? ആളെ എന്റെ സുഹൃത്താ, എന്റെ സുഹൃത്തിന് അങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷാണ്. സ്വന്തം മകന് കിട്ടിയ, സഹോദരന് കിട്ടിയ സന്തോഷാണ് എനിക്ക്. അൽഹംദുലില്ലാ, അയാളെ മനസ്സിൽ അങ്ങനെ വിഷമമൊന്നുമില്ല. വേറൊരാൾക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോ മനസ്സിന് വിഷമുണ്ട്. ആ വിഷമം ചില വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വരുന്നുണ്ട്. അവൻ നിന്റെ സുഹൃത്തല്ല. സുഹൃത്തായവനെ പരിഗണിക്കാനും പറ്റൂല. എപ്പോഴാണ് അവൻ നിന്നെ പറ്റിക്കുക, ചതിക്കുക എന്ന് പറയാൻ പറ്റൂല. ഈ 11 വീടുകൾ എണ്ണിയില്ലേ, പലപ്പോഴും നമ്മൾ കേറിയിറങ്ങേണ്ട വീടുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. അടുത്ത ബന്ധുക്കളാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത്. ഒഴിവാക്കാൻ പറ്റാത്തവരാണ്. ചിലര് സ്വന്തം വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള തിയറിയാണ്. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെ വരാൻ കാരണം എന്താ പറയുക, എപ്പോഴും ഉണ്ട് അങ്ങനെ വിശ്വാസം. മറ്റോലെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേ അവരെന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തിട്ട് തന്നാലോ, പിന്നെ അത് ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ കിട്ടൂല. പുറത്തെടുക്കാൻ ചിലപ്പോൾ മന്ത്രം കൊണ്ട് മറ്റൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ വരും. അവര് നമ്മളെ കുടുക്കിയാലോ. ഒരു വസ്വാസും വേണ്ട സഹോദരങ്ങളെ, ഒരു പ്രശ്നവും വേണ്ട. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങിയുള്ള ഭക്ഷണത്തിന് എത്ര വിഷാംശമുണ്ടെങ്കിലും മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിന് അത് ഫലിക്കൂല. പക്ഷേ ചൊല്ലാൻ മറക്കരുത് എന്നൊരു നിബന്ധനയുണ്ട്. കാണുമ്പോഴേക്ക് ആഗ്രഹം മൂത്തിട്ട് അങ്ങോട്ട് കൈവച്ച് തിന്നു പോകരുത്. നല്ലോണം സന്തോഷത്തോടുകൂടെ ബിസ്മിയും റാഹത്തോടെ ചെല്ലണം. നിങ്ങൾ കണ്ടില്ലേ യഹൂദികൾ ചെയ്തൊരക്രമം? ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരുന്നൂട്ടിയല്ലോ ഒരു പെണ്ണ്. ആ പെണ്ണിനെ ജൂതന്മാർ കൂലിക്ക് കൊണ്ടുവന്നതാണ്. നല്ല ഉഗ്രൻ വിഷം ചേർത്തിട്ടാണ് ആടിന്റെ മാംസം നന്നായി വേവിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ തൊട്ട് റെഡിയാക്കി ഇങ്ങനെ കുഴച്ച് കയ്യിലെടുക്കുമ്പോഴാണ് സ്വഹാബത്ത് കൈനീട്ടി ഭക്ഷണം കഴിക്കാറുള്ളത്. തങ്ങൾ ബിസ്മി ചൊല്ലി കൈവച്ചപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും ഭക്ഷിക്കരുത്. ഭക്ഷിക്കാൻ തങ്ങൾ തുടങ്ങി എന്ന ധാരണയില് ഒരു പിടിയെടുത്ത് ഭക്ഷിച്ചൊരു സ്വഹാബി ഉടനെ വഫാത്തായി പോയി. അത്രയും ഉഗ്രൻ വിഷമാണ് അതിൽ ചേർത്തത്. ആരും കഴിക്കല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയപ്പോഴേക്ക് ഭക്ഷണം പറഞ്ഞു, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആ പെണ്ണിനെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഈ മാംസത്തിൽ വിഷം കലർത്തിയത്? അപ്പൊ ആ പെണ്ണ് പറയാണ്, ഇൻ കുന്ത നബിയ്യൻ ലാ യദുറുക, നിങ്ങൾ നബിയാണെങ്കിൽ വിഷം കേൾക്കൂല എനിക്കറിയാം. നിങ്ങളിങ്ങനെ ജനങ്ങളൊക്കെ പറഞ്ഞു ഇരുത്തിയിട്ട് ആൾക്കാരെങ്ങളെ ഈ പറച്ചിന്റെ കീഴിലെങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ടാകണ്ടല്ലോ, അവർക്ക് സ്വസ്ഥമായി നടക്കാമല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോയാൽ എന്ന് കരുതിയതാണ്. അതാ പെണ്ണിന്റെ ഒരു വിശദീകരണമാണ്. സത്യത്തിൽ അതല്ല, അവിടെ യഹൂദികളാ തോറ്റത്. ജൂതന്മാർ ചെയ്ത കഠിനമായ ശത്രുതയിൽപ്പെട്ട ഒന്നാണത്. 1, 2, 10, 20 ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്മത്ത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. അള്ളാഹുവിന്റെ മഹത്തായ കാവലല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ മറ്റു പലരുടെയും നമ്മുടെ കുടുംബക്കാരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല.
ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു രോഗിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാളെ കാലിനോ കയ്യിനോ വൈകല്യമുള്ള ആളുണ്ടായിരുന്നു. പ്രശ്നം തോന്നണ്ട, അസ്പൃശ്യ തോന്നണ്ട, വിഷമൊന്നും തോന്നണ്ട. അത് നിങ്ങൾക്ക് പകരുമോ, നിങ്ങൾക്ക് ഏൽക്കുമോ, നിങ്ങൾക്കാകുമോ ഒന്നും ചിന്തിക്കണ്ട. ഒരു തടസ്സവും ഒരു പ്രശ്നവും ഒരു വിഷമവും വരൂല. അല്ലാഹു തആല പറയുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താതാ. നിങ്ങൾ കൂട്ടമായി ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഒറ്റക്കായി ഭക്ഷണം കഴിക്കുന്നതിനും ഒരു വിരോധവും ഇല്ല. 2 രൂപവും സ്വീകരിക്കാം. പഴയ കാലത്തെ ചില ആളുകൾ കൂടെ ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടിയെങ്കിലേ ഭക്ഷിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. 1, 2, 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് പട്ടിണിയിലായി കഴിഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വേണ്ട, കൂടെ കഴിക്കാൻ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റക്ക് കഴിച്ചോളൂ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നല്ലതെന്താണ്? എന്നാലും ഏറ്റവും ഉത്തമമായ ശൈലി കൂട്ടമായി കഴിക്കലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി പരാതി പറഞ്ഞല്ലോ, നബിയേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വലാ നശ്ബഉ, ഞങ്ങൾക്ക് തികയുന്നില്ല, ഭക്ഷണമൊക്കെ ഞങ്ങൾ നല്ലോണം കഴിക്കുന്നുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീന, നിങ്ങൾ ഓരോരുത്തർ കഴിച്ചിട്ടായിരിക്കും അത്. ഇജ്തമിഉ അലാ തുആമിക്കും, ഭക്ഷണത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുക. എന്നിട്ട് ബിസ്മി അങ്ങ് ചൊല്ലുക. യുബാറക് ലക്കും ഫീഹി, അല്ലാഹു നിങ്ങൾക്കതിൽ ബറക്കത്ത് നൽകും. വേറെ ചില ഹദീസിൽ പറഞ്ഞു, കുലു ജമീഅ വലാ തഫറഖു, സംഘടിതമായി ഭക്ഷണം കഴിക്കൂ, ഭിന്നിച്ച് ഭക്ഷണം കഴിക്കല്ല. ഫൈനൽ ബറക്കത മഅൽ ജമാഅ, കൂട്ടമായി ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട്, വലിയ സന്തോഷമുണ്ട്, പുണ്യമുണ്ട്. 2 രീതിയും 2 ശൈലിയും സ്വീകരിക്കാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കാൻ നേരമായാൽ 1 or 2 മൈലപ്പുറത്തേക്ക് നടന്നു പോകും. എന്നിട്ട് കൂടെ കഴിക്കാനുള്ള ആളെ അന്വേഷിക്കും. എവിടുന്നെങ്കിലും ഒരു ഗസ്റ്റിനെ കിട്ടിയാൽ അയാളെയും കൊണ്ടുവരും. കൂടെ കഴിക്കാൻ അയാളെ ഇരുത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കും. അപ്പൊ കൂടെ കഴിക്കുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലും പാനീയങ്ങളിലും ബറക്കത്തിനൊരു കാരണമാണ്. ചിലരെപ്പോഴും ഒറ്റയ്ക്കേ കഴിക്കൂ, ആ സ്വഭാവം മാറ്റണം. കൂടെ കഴിക്കുന്നതിൽ വലിയ ഉത്തമമുണ്ട്. അതുകൊണ്ടാണ് ഷാബാനിലും റജബിലും ഒന്നും ഇല്ലാത്തൊരു ബറക്കത്ത് റമളാനിൽ കിട്ടുന്നത്. റമളാനിൽ നിങ്ങൾ എല്ലാ പൊരയിലും പോയി നോക്കി, എല്ലാ മിക്ക വീടുകളിലും ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്. എല്ലാവരും ഓരോ ഭാഗത്തോരത്തിൽ നിന്ന് എല്ലാവരും ഒരേ ടൈമിൽ ഭക്ഷണം കഴിക്കും. ഒരു മേശക്ക് ചുറ്റും ബാപ്പുണ്ട്, ഉമ്മണ്ട്, മക്കളുണ്ട്, മരുമക്കൾ എല്ലാവരും ഇരുന്നിട്ട്, പേരക്കുട്ടികൾ. എന്തൊരു സന്തോഷം, നല്ല റാഹത്തുള്ള ഭക്ഷണം. അതുകൊണ്ടാണ് ആ മാസത്തിൽ ഷഹ്റുൽ ബറക്ക, വലിയ ബറക്കത്ത് കിട്ടാൻ ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം അതാണ്. സംഘടിതമായിട്ടാണ് ഈ നല്ല കാര്യം അള്ളാഹു നൽകിയ ഈ ഭക്ഷണം സംഘടിതമായിട്ടാണ് കഴിക്കുന്നത്. ഫൈനൽ ബറക്കത്ത് മഅൽ ജമാഅ, കൂടെ കഴിക്കുമ്പോൾ അതിൽ മനപ്പൊരുത്തുണ്ട്. മാത്രല്ല, ചെറിയ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് വെളിവാക്കാനൊരു പ്രയാസം ഉണ്ടാകും. ഒറ്റക്കാണെങ്കിൽ വിളിച്ചു പറയാൻ ധൈര്യം ഉണ്ടാവും. കൂടെ ഉണ്ടാകുമ്പോൾ, കൂടെ പലരും ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പറയാൻ പെട്ടെന്ന് എന്താകൂല, ആളുകൾക്ക് ശ്രമം വരൂല. അതുകൊണ്ട് ചില വീക്ക്നെസ്സുകളൊന്നും വീക്ക്നെസ്സുകളല്ലാതെ സന്തോഷമായിട്ട് തന്നെ തോന്നും, റാഹത്തായി കഴിക്കാനും കഴിയും. മാത്രല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ തികഞ്ഞില്ല എന്നൊരു തോന്നൽ വരൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പക്ഷെ ഞങ്ങൾക്ക് തികയുന്നില്ല, മതിയാകുന്നില്ല, എമ്പാടും ഭക്ഷണമുണ്ട്. അപ്പൊ തങ്ങളതിന് കാരണം പറഞ്ഞത്, ഒറ്റക്ക് കഴിച്ചിട്ടാണ്, കൂട്ടമായി കഴിച്ചോളൂ. കൂട്ടമായി കഴിക്കുമ്പോൾ അങ്ങനെയാണ്, ഭക്ഷണം ചിലപ്പോഴൊക്കെ ബാക്കിയായിരിക്കും. 3 ആള് 4 ആള് 5 ആൾക്ക് ഭക്ഷണം കൊടുത്താലും ഇനിയുണ്ടാവും ഒരു പക്ഷെ 2 ആള് 3 ആൾ കൂടി ഭക്ഷണം കഴിക്കാൻ അതിൽ ബാക്കി. അതെന്താണ്? കൂടെ കഴിക്കുമ്പോഴുള്ള ബറക്കത്താണ്. കൂടെ കഴിക്കുമ്പോ ഒരു പാരസ്പര്യം, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് ഓരോരുത്തരുത്തുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ പിന്നെ അവനവന്റെ ശരീരത്തിന് പാകത്തിന് മതിയായത് മാത്രമേ കഴിക്കൂ, ഓവറാകൂല. അങ്ങനെ എല്ലാവരും അങ്ങനെ ആകുമ്പോ ഭക്ഷണം മിച്ചം വരും. അള്ളാഹു അതിൽ വലിയ ബർക്കത്ത് തരും. കൂടെ ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലും ആ ഭക്ഷണത്തിന്റെ ബാക്കിയിലും നല്ല ബർക്കത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച എത്രയോ സന്ദർഭങ്ങൾ കാണാം. അപ്പോഴൊക്കെ എത്രമാത്രം വലിയ ബർക്കത്താ ഉണ്ടായത്. തങ്ങളെയും
രണ്ടോ മൂന്നോ സ്വഹാബത്തിനെയും മാത്രം വിളിക്കാനാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സ്വകാര്യമായി പോയി പറഞ്ഞാൽ മതി. കാരണം ഇവിടെ ആകെ ഈ കാണുന്ന കുറഞ്ഞ പൊടിയും പത്തിരി വരുത്താൻ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ആട്ടിൻകുട്ടിനെ അറുത്താൽ തന്നെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ഇറച്ചിയൊക്കെ. അപ്പൊ ഒരു 3 ആള്, ഇനി ഏറിപ്പോയാൽ ഒരു 8 ആള് 9 ആള്, ഏറെ വേണ്ട. അനസ് റളിയല്ലാഹു അൻഹു പോയി ഇങ്ങനെ നിന്നപ്പോ തങ്ങൾ ചോദിച്ചു, എന്തോ ഒരു വിവരം പറയാണ്ടല്ലേ ഈ നൃത്തത്തില്? ഒരു സ്വകാര്യം പറയാണ്ട് നബി. എന്താ പറയാനുള്ളത്? ഉമ്മ നിങ്ങളോടും കുറച്ചാളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതാ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അനസ് റളിയല്ലാഹുവിന്റെ വീട്ടില്, എല്ലാരും വരുന്നു. എല്ലാവരെയും വിളിച്ചു. ഇഷ്ടം പോലെ ആളുകളല്ലേ, 100ഉം 200ഉം ഒന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട്. അവരെ വിളിച്ചു. എല്ലാവരും ഇങ്ങനെ വരി വരിയായി വരുന്നത് കണ്ടപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു ഉമ്മു സുലൈം ബീവിയോട്, ഉമ്മു സുലൈമേ 1, 2, 3, 4, 10 ആളല്ലേ വരുന്നത്, എല്ലാരും വരുന്നുണ്ട്. അപ്പൊ എന്താ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞത് എന്നാണ് ഉമ്മാന്റെ മനസ്സിൽ. ഞാൻ കുറച്ചാളല്ലേ വിളിക്കാൻ പറഞ്ഞതുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞത്, പക്ഷെ എല്ലാരെയും വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അനസ് റളിയല്ലാഹു അൻഹു നേരത്തെ വീട്ടിലേക്ക് വിട്ടു. 2 കാര്യങ്ങൾ നീ ഉമ്മാനോട് പോയിട്ട് പറയണം. 1, അടുപ്പത്തുള്ള ആ ഇറച്ചിയുടെ ചട്ടി ഇറക്കാതെ അടുപ്പത്ത് തന്നെ വെക്കണം. 2ാമത് പത്തിരി അങ്ങനെ ചുടട്ടെ, പാത്രത്തിലേക്ക് പത്തിരി പതുക്കെ പതുക്കെ ചുടട്ടെ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പത്തിരി പരത്താനും ചുടാനും പറ്റിയ 1-2 ഉമ്മമാരെയും വിളിക്കാൻ പറയൂ. ഞാൻ വന്നിട്ട് നിർത്താൻ പറയുമ്പോഴേ നിർത്താവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നു. ആ പത്തിരി പൊടിയുള്ള പാത്രത്തിലേക്കും മാംസം വേവിക്കുന്ന പാത്രത്തിലേക്കും ദിക്ർ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചു. എന്നിട്ട് അതിൽ നിന്ന് വിളമ്പാൻ പറയുന്നു. ചട്ടിയിൽ നിന്ന്, അടുപ്പത്തിലുള്ള ചട്ടിയിൽ നിന്ന് വിളമ്പാൻ പറയുന്നു. പത്തിരി അങ്ങനെ ചുടുന്നു, പൊടി അങ്ങനെ വർദ്ധിക്കുന്നു, അങ്ങനെ ചുടുന്നു. ആകെ 2 കൈയും കൂട്ടിയാലുള്ള ഒരു പൊടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പൊടി കൂടുതലാകുന്നു. 2-3 സഹോദരിമാരിരുന്ന് പരത്തി അങ്ങനെ ചുടാൻ. പത്തിരി ചുടുന്നൊരു പാത്രത്തിലേക്ക് വെക്കുന്നു. തങ്ങൾ പറയുന്നു, ഉദ്ഖുലു 10, 10 ആള് വരട്ടെ, അടുത്ത 10 ആള് വരട്ടെ, അടുത്ത 10 ആള് വരട്ടെ. എല്ലാവരും വന്ന് ഭക്ഷിച്ചു പോകും. ചട്ടിയിലുള്ളത് കുറഞ്ഞോ? കുറഞ്ഞിട്ടില്ല. പത്തിരി കുറഞ്ഞിട്ടുണ്ടോ? അതും കുറഞ്ഞിട്ടില്ല. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അതങ്ങനെ നടക്കുന്ന ഒരു ഭാഗത്ത് ഇവരെങ്ങനെ ഭക്ഷിച്ചും പോകുന്നു. നിങ്ങൾ നോക്ക്, അത്രയും ആളുകളെ കൂട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, തങ്ങളെ മുഅ്ജിസത്തിലൂടെ നൽകിയ ഒരു ബറക്കത്ത് ചെറിയ ബറക്കത്തല്ല, ഒരുപാട് ബറക്കത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടില് മുതഅല്ലിമീങ്ങളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. മുതഅല്ലിമീങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലൊക്കെ വലിയ ബറക്കത്താണ്. എല്ലാത്തരം ബറക്കത്തും, സാമ്പത്തികമായും ശാരീരികമായും ആത്മീയമായും ഒക്കെ ബറക്കത്താണ്. അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ ബറക്കത്ത് ദായിമാക്കി തരട്ടെ. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന, മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് നാട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നു. വലിയ ബറക്കത്താണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദുമാർക്ക് ഓരോ വീട്ടിൽ നിന്നും ചെലവായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു കുറവോടെ വരൂല. അള്ളാഹു തആല നല്ല ബറക്കത്തേറ്റി തരും. ആ കൊടുക്കുന്ന, അവർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ വേറെന്നോളന്നില്ല, അല്ലാതെ തന്നെ ബറക്കത്ത് കിട്ടും. കാരണം നമ്മൾ മാത്രമല്ല നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, മറ്റുള്ളവരും കഴിക്കുന്നു എന്ന നിലക്ക് ബറക്കത്തിനൊരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല കഴിച്ചത്, സ്വഹാബത്ത് മൊത്തം കഴിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്ന മുതഅല്ലിമീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ടേ ഭക്ഷണം കഴിക്കൂ എന്ന വാശിയിൽ അവിടെ നിന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കഴിഞ്ഞു തങ്ങളെ വീട്ടിലേക്ക് പോകുന്നൊരു പതിവുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞാലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് പോകും. കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറയും, ഭക്ഷണം കഴിക്കും. തങ്ങൾ അങ്ങ് കിടക്കാൻ വേണ്ടി പോകുമ്പോ സലാം പറഞ്ഞ് പിരിഞ്ഞു പോരും. അതൊന്നുള്ളൊരു പതിവാണ്. പകല് സമയത്ത് ഏതെങ്കിലും ഒരു നേരം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് തങ്ങളും വന്നിരിക്കും. അതൊരു മഹബത്തിന്റെ വലിയ അടയാളമാണ്. ഓരോ ദിവസവും അങ്ങനെ തുടരുന്നൊരു പതിവുണ്ട്. അതുകൊണ്ടാണ് മകനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ദുറഹ്മാനെ, നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് വിടണം, താമസിപ്പിക്കരുത്. മുതഅല്ലിമീങ്ങൾ പറയുന്നു, അതിഥികൾ പറയുന്നു, സിദ്ദീഖ് തങ്ങൾ വരട്ടെ, വീട്ടുകാരൻ വരട്ടെ, എന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ.
രണ്ടും മൂന്നും നാലും വട്ടമൊക്കെ പറഞ്ഞു നോക്കി. നിങ്ങൾ കഴിക്കുക, വാപ്പ വന്നാൽ ചീത്ത പറഞ്ഞ് എന്നായിരിക്കും. ഏകദേശം 30 വരാനായി എന്ന് കണ്ടപ്പോൾ മകൻ അപ്പുറത്ത് പോയി ഒളിഞ്ഞിരുന്നു. കാരണം ഈ അതിഥികളെ മുന്നിൽ വെച്ച് ചീത്ത കേൾക്കണ്ടെന്ന് എഴുതിയിട്ട് വാപ്പ വന്ന് വിളിച്ചു, അബ്ദുറഹ്മാൻ എവിടെയെന്ന് ചോദിച്ചു. മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ എഴുതി അവിടെ നിന്നു. എൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടാവും, നീ ഇങ്ങോട്ട് പുറത്ത് പോവാ, ബാക്കിയപ്പോൾ പറഞ്ഞുതരാൻ തന്നു. താൽക്കാലിക ആശ്വാസം. നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാതിരുന്നത്? ഞങ്ങൾ നിങ്ങളെ കാത്തുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ ദേഷ്യം പിടിച്ചത്, എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പൊ അവരൊന്നും ഞങ്ങൾക്കും വേണ്ട തന്നു. വീട്ടിലേക്ക് വന്ന അതിഥികൾ ഭക്ഷണം കഴിക്കാതെ പോകാന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരെ മാനക്കേടല്ലേ. കുറച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഛേ അതൊക്കെ വിടാ, അതൊക്കെ നേരത്തെ ആ വാശിന്റെ മുകളിൽ വന്നതാണ്, ഇരിക്കുന്നു പറഞ്ഞു. അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അതിൽ നിന്ന് മാ അഖദ മിൻ ലുഖ്മ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഒരു പിടി എടുക്കുമ്പോഴേക്ക് പാത്രത്തിൽ 2-3 പിടി ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കാണ്. ഈ വർധനവിന് ഇങ്ങനെ കണ്ടപ്പോ ഭാര്യനെ വിളിച്ചു ചോദിച്ചു, യാ ഉഖ്ത ബനി ഫിറാസ്, ബനു ഫിറാസ് ഗോത്രത്തിലെ പെണ്ണെ, ഈ പാത്രത്തിലെ ഭക്ഷണം ഒന്ന് വന്നു നോക്ക്, നീ കൊണ്ടുവന്ന അത്രയാണോ അല്ലെങ്കിൽ അതിലത് കണ്ടോ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു നോക്കുമ്പോ പറഞ്ഞു, ഞാൻ ഇത്ര കൊണ്ടുവന്ന് വെച്ചിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ എത്രയോ അധികമുണ്ടിത്, ധാരാളമുണ്ട്. എങ്ങനെയാണ് ഈ ഭക്ഷണത്തിൽ നേർക്കുനേരെ കാണുന്ന രീതിയിൽ തന്നെ വർധനവ് വന്നത്? ആ വീട്ടിൽ വന്ന അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് മാത്രമല്ല, അതിഥികൾ അതിൽ തൊട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അള്ളാഹു നൽകിയൊരു ബറക്കത്ത് വലുതാണ്. സഹോദരന്മാരെ, ആ ബറക്കത്താണ് അവിടെ കണ്ടത്. മുതഅല്ലിമീങ്ങളിലൂടെ അള്ളാഹു നൽകിയൊരു ബഹുമാനമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനവും. സുബഹിക്ക് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പോയി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു. നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണെന്ന് തങ്ങൾ പറഞ്ഞു. ആ ഭക്ഷണത്തിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും നിർദ്ദേശിച്ചു. കാരണം ബറക്കത്തുള്ള ഭക്ഷണം അത് കഴിക്കണമെന്നും ആ കഴിക്കുന്നതിൽ പുണ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കാനും കൂടിയാണത്. തങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ കൊണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു എന്നല്ല. കാരണം തലേന്ന് രാത്രിയല്ലേ ഭക്ഷണം കഴിച്ചത്. ബറക്കത്തുള്ള ഭക്ഷണമാകുമ്പോൾ അത് വിട്ടേക്കരുത്. സഹോദരന്മാരെ, പലയിടങ്ങളിലും പല രൂപത്തിലും ബറക്കത്തിന്റെ വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്പമെങ്കിലും ബറക്കത്തിന് നമ്മളത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ആത്മാവിന്റെ ഭക്ഷണവുമായും ലഭിക്കുന്നതിൽ വളരെ മുന്തിയതാണ് ബറക്കത്തുള്ള ഭക്ഷണം. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സംഘടിതമായി കഴിക്കണം, ഒറ്റക്കൊറ്റക്കായി കഴിക്കരുത്.